ഇതാണ് ക്വസ്റ്റ്യൻ. എ സ്റ്റീം ബോയിലർ generates steam at 30 bar 300 degrees Celsius at the rate of 2 kg per second. This steam is isentropically expanded in a turbine to a condenser pressure of 0.05 bar at constant pressure and pumped back to boiler. A. Draw the schematic arrangement of the above plant and TS diagram of Rankine cycle. B. Find the heat supplied in the boiler per hour. C. Determine the quality of steam after expansion. D. What is the power generated by turbine? E. Estimate the Rankine efficiency considering pump work. നമ്മളപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുകയാണ്. ഗിവൺ P1 ഈസ് ഈക്വൽ ടു 30 ബാർ, P2 ഈസ് ഈക്വൽ ടു 0.05 ബാർ, ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 300 ഡിഗ്രി സെൽഷ്യസ്, M മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു 2 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇത്രയാണുള്ളത്. അപ്പം നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ടു ഫൈൻഡ് ഹീറ്റ് സപ്ലൈഡ്, ക്വാളിറ്റി ഓഫ് സ്റ്റീം ആഫ്റ്റർ എക്സ്പാൻഷൻ, പവർ ജനറേറ്റഡ് ഇൻ ടർബൈൻ, റാങ്കൈൻ എഫിഷ്യൻസി. ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. അതിൽ നമ്മൾ ആദ്യമേ നോക്കുന്നത് പറയുമ്പം പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ഫ്രം സ്റ്റീം ടേബിൾ. സ്റ്റീം ടേബിളിൽ നിന്നും ആ സ്റ്റീമിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ അറ്റ് 30 ബാർ ആൻഡ് 300 ഡിഗ്രി സെൽഷ്യസ്, 30 ബാറിലും 300 ഡിഗ്രി സെൽഷ്യസിലുള്ള കറസ്പോണ്ടിങ് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി വാല്യൂസ് കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ നോക്കുമ്പോഴത്തേനും 30 ബാർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോക്കുമ്പോൾ 233.8 ആണ്. അപ്പോൾ പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഇതതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറാണ്. ഇതിനേക്കാളും കൂടിയ ടെമ്പറേച്ചറാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് സാച്ചുറേറ്റഡിൻ്റെ അല്ല, പകരം സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി വാല്യൂസ് വേണം നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ ടേബിൾ വന്നിട്ട് 30 ബാർ പ്രഷറിനും 300 ഡിഗ്രി സെൽഷ്യസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുമ്പോൾ 2995.1. ഇതാണ് അതിൻ്റെ സ്പെസിഫിക് എൻതാൽപ്പി വാല്യൂ. അതുപോലെ എൻതാൽപ്പി വാല്യൂ പോലെ തന്നെ നമുക്ക് സ്പെസിഫിക് എൻട്രോപ്പി വാല്യൂവും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എൻട്രോപ്പി ടേബിളിൽ പോയിട്ട് 30 ബാർ 300 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി വാല്യൂ 6.542, അതാണ് അതിൻ്റെ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി വാല്യൂസ്. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. H1 ഈസ് ഈക്വൽ ടു 2995.1 കിലോ ജൂൾ പെർ കിലോഗ്രാം, അതാണ് എൻതാൽപ്പിയുടെ യൂണിറ്റ്. അതുപോലെ S1 ഈസ് ഈക്വൽ ടു 6.542 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഇതാണ് എൻട്രോപ്പിയുടെ യൂണിറ്റ്. അത് രണ്ടും നമ്മൾ എഴുതുന്നു. നമ്മളപ്പം ഇപ്പം ഇത്രയും കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് 30 ബാർ പ്രഷറിലുള്ള. ഇനി നമുക്ക് അടുത്ത പ്രഷറായിട്ടുള്ള 0.05 ബാറിൽ ഉള്ള എൻതാൽപ്പി എൻട്രോപ്പി വാല്യൂസ് ആണ്. അതിനുവേണ്ടി നമ്മൾ സ്റ്റീം ടേബിളിൽ നോക്കുമ്പോൾ 0.05 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF വാല്യൂ, HFG വാല്യൂ, SF വാല്യൂ, SFG വാല്യൂ, അതുപോലെ തന്നെ സ്പെസിഫിക് വോളിയം കൂടെ നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ആ 5 വാല്യൂസ് നമ്മൾ ടേബിളിൽ നോക്കി നമ്മൾ എഴുതുന്നു. മുൻപ് കണ്ടുപിടിച്ച പോലെ തന്നെ എഴുതുന്നു. ഇവിടെ നമുക്ക് അതിനൊരു ടെമ്പറേച്ചർ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനൊരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കാണാം മെയിനായിട്ട് 4 പാർട്സ്: ബോയിലർ, ടർബൈന്, കണ്ടൻസർ, ഫീഡ് പമ്പ്. ഇതിൽ 1 to 2 എന്ന് പറയുന്നത് ടർബൈൻ, 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന കണ്ടൻസർ, 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഫീഡ് പമ്പ്, 4 to 1 നടക്കുന്നത് ബോയിലർ. ഇവിടെ ബോയിലറിൽ നമ്മളൊരു ഹീറ്റ് അഡിഷൻ, കണ്ടൻസറിൽ ഒരു ഹീറ്റ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷനും, അതുപോലെ തന്നെ ടർബൈനിലൊരു വർക്ക് ഔട്ട്പുട്ട്, ഫീഡ് പമ്പിലൊരു വർക്ക് ഇൻപുട്ട്. ഇത് ഇത്രയാണ് റാങ്കൈൻ സൈക്കിളിലെ മെയിനായിട്ടുള്ള ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം പോലെ തന്നെ മെയിനായിട്ടുള്ളതാണ് അതിൻ്റെ TS ഡയഗ്രാം. അതാണ് ഈ കൊടുത്തേക്കുന്നത്.
ടി എസ് ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം അതിൽ നമുക്കൊരു വേപ്പർ ഡോം ഉണ്ട്. ഈ വേപ്പർ ഡോം എന്ന് പറയുന്നതിൻ്റെ അതിനകത്ത് രണ്ട് പ്രഷർ വാല്യൂസ്, ഒന്ന് 30 ബാറും ഒന്ന് 0.05 ബാറും ആണ് ഉള്ളത്. 300 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതുള്ളത്. ഇത് നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ തന്നെ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ടർബൈൻ, 2 to 3 എന്ന് പറയുന്ന കണ്ടൻസർ, 3 to 4 എന്ന് പറയുന്ന പമ്പും, 4 to 1 ബോയിലർ. ഇതിൽ നമുക്ക് ഇത് വരയ്ക്കുമ്പം നമുക്ക് നോക്കാം, ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഈ വേപ്പർ ഡോമിന് പുറത്തായിട്ടാണ് പോകുന്നത്. അതായത് അതിന് അങ്ങനെ വന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 30 ബാർ പ്രഷറിൽ അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 233.8 ആണ്. പക്ഷെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതായത് അത് അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടിയ ഒരു സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിലോട്ട് പോയി. സ്വാഭാവികമായിട്ടും ആ ടെമ്പറേച്ചർ വാല്യൂ ഈ വേപ്പർ ഡോമിന് പുറത്തായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ആ 1 എന്ന് പറയുന്ന പോയിന്റ് പുറത്തു വന്നത്. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ഏതൊക്കെ പ്രോസസ്സ് എവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രോസസ്സ് നോക്കാം. 4 to 1 എന്ന് പറയുന്നത് നടക്കുന്നത് ബോയിലറിലാണ്. അത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന ടർബൈൻ, അവിടെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. 2 to 3 എന്ന് പറയുന്നത് പ്രോസസ്സ് നടക്കുന്ന കണ്ടൻസറിലാണ്. അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് പമ്പിലാണ്. അവിടെ ഐസെൻട്രോപിക് കംപ്രഷൻ. ഇത്രയാണ് അവിടെ നടക്കുന്ന 4 പ്രോസസ്സ്. ഇനി നമ്മൾ ഫസ്റ്റ് വേണം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്റ്റീം അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഏതാ ടർബൈനിൽ നടക്കുന്ന ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ എഴുതി വെച്ചു അവിടുത്തെ S1 വാല്യൂ. S1 വാല്യൂ എന്ന് പറഞ്ഞാൽ 6.542 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം ഇവിടെ എൻട്രോപ്പിയാണ്. S1 = S2, അതായത് ചേഞ്ച് ഒന്നുമില്ല, രണ്ടും ഒരേ വാല്യൂആണ്. സോ നമ്മൾ S1 = S2 6.542 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S2ൻ്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എൻട്രോപ്പിക്ക് മാത്രമല്ല എൻതാൽപ്പിക്ക് ഇതൊരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S2 = SF2 + X2 × SFG2. ഈ X2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറം കൊണ്ടുവരുമ്പം X2 = S2 - SF2 / SFG2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ മുമ്പ് എഴുതി വെച്ചേക്കുന്നത് പോലെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് X2ൻ്റെ വാല്യൂ കിട്ടും 0.766. അത്രയും ഡ്രൈനസ് ആണ് കിട്ടുന്നത്. ഇതാണ് സ്റ്റീമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി മുൻപ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ വന്നതുപോലെ തന്നെ ഇവിടെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ H2 = HF2 + X2 × HFG2. HF2ൻ്റെ വാല്യൂ നമുക്കറിയാം, X2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, HFG2ൻ്റെ വാല്യൂ അറിയാം. ഇത് മൂന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H2ൻ്റെ വാല്യൂ 1994.44 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇനി ഇവിടെ H3 = HF2 ആണ്. അതായത് നമുക്ക് H3 വേണം, HF2 തന്നെയാണ് H3 എന്ന് പറയുന്നത്. കാരണം എന്താണ്? സ്റ്റീം ലീവിങ് ദ കണ്ടൻസർ ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് കണ്ടൻസറിൽ നിന്നും പോകുന്ന സ്റ്റീം എന്ന് പറയുന്നത് അതൊരു സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സോ അവിടെ നമുക്ക് കിട്ടുന്ന എൻതാൽപ്പി എന്ന് പറയുന്നത് HF2 തന്നെ ആയിരിക്കും, അതായത് 137.81. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിഡറിങ് പമ്പ് വർക്ക്. നമുക്കിപ്പോൾ H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്, H4 കൂടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് വർക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും H4 - H3 = VF2 × P1 - P2. നമുക്കറിയാം അല്ലേ. H4 - H3 എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന വർക്കാണ്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് = ∫V/dP, അതായത് വോളിയം, സ്പെസിഫിക് വോളിയം ഇൻറ്റു പ്രഷർ ചേഞ്ച്, അതായത് എത്രത്തോളം പ്രഷറിന് ചേഞ്ച് വന്നു എന്നുള്ളത്. അതായത് V × P1 - P2.
വി വോളിയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.001005 ഇൻറ്റു P1ൻ്റെ വാല്യൂ 30, P2ൻ്റെ വാല്യൂ 0.05 ഇൻറ്റു 10 സ്ക്വയർ. ഈ 10 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാറിനെ കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് ഇതാണ് ആ 10 സ്ക്വയർ വന്നതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അതെ, 1 ബാർ എന്ന് പറയുന്നത് 10⁵5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് 10 സ്ക്വയർ ഇൻറ്റു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് അവിടുത്തെ കൺവേർഷൻ. അതായത് നമുക്കറിയാം എൻതാൽപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമും വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമുമാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നേക്കുന്ന ഇവിടെ പ്രഷറാണ് നമുക്ക് പ്രഷറും വോളിയമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു, വോളിയത്തിൻ്റെ യൂണിറ്റും ഉണ്ട്. സോ വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാമും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറുമാണ് പ്രഷറിൻ്റെത്. നമ്മൾ കിലോഗ്രാം അവിടെ തന്നെ നിർത്തിയിട്ട് ഈ മീറ്റർ ക്യൂബിൻ്റെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് അവിടെ കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അതായത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ജൂളാണ്. സോ കിലോ ജൂൾ പെർ കിലോഗ്രാം, അതാണ് നമുക്ക് അവിടുത്തെ യൂണിറ്റിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 10 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ് H4 മൈനസ് H3യുടെ വാല്യൂ. അവിടെ നമുക്ക് H4 കണ്ടുപിടിക്കുമ്പോൾ എന്താണ് 3 പ്ലസ് 137.81 നമുക്ക് കിട്ടും 140.81 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതാണ് H4ൻ്റെ വാല്യൂ. അങ്ങനെ നമ്മൾ H4 കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ആണ്. ഹീറ്റ് സപ്ലൈഡ് ഇൻ ബോയിലർ QS. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ഇൻറ്റു H1 മൈനസ് H4. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 2, H1 എന്നും അറിയാം 2995.1 മൈനസ് 140.81. നമുക്ക് അവിടുന്ന് ഹീറ്റ് കിട്ടും 5708.58 കിലോ ജൂൾ പെർ സെക്കൻഡ്. അതാണ് അവിടുത്തെ ഹീറ്റ് സപ്ലൈഡിൻ്റെ വാല്യൂ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ജനറേറ്റഡ് ബൈ ടർബൈൻ. അതിൻ്റെ ഇക്വേഷനും ഇത് തന്നെയാണ്, M ഇൻറ്റു H1 മൈനസ് H2. അതായത് H1 അത് തന്നെ, H2 ആണ് ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. 2 ഇൻറ്റു 2995.1 മൈനസ് 1994.44 ഈസ് ഈക്വൽ ടു 2001.32 കിലോ വാട്ട്. അതാണ് അവിടെ ടർബൈനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന പവർ. ദെൻ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റാങ്കൈൻ എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ് ആണ്. റാങ്കൈൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് H1 മൈനസ് H2 മൈനസ് H4 മൈനസ് H3 ഹോൾ ഡിവൈഡ് ബൈ H1 മൈനസ് H4. നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റാങ്കൈൻ എഫിഷ്യൻസി കിട്ടും 34.95%. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് റാങ്കൈൻ സൈക്കിളിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, അതിൻ്റെ TS ഡയഗ്രാമാണ്. TS ഡയഗ്രാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പോയിന്റ് എവിടെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എപ്പോഴാണ് നമ്മൾ അങ്ങനെ വരയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. അത് എവിടെയൊക്കെയാണെന്നുള്ളത് കറക്റ്റിന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ.